അതിരപ്പള്ളിയിൽ പുലി പിടിച്ച നായണ്ടത്. അതിസാഹസികമായിട്ടാണ് ഇതിൻ്റെ ഉടമ ഇതിനെ രക്ഷിച്ചത്. പുലി പിടിച്ചുകൊണ്ട് പോവുകയും അതിൻ്റെ പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടിയ കഥ. നടന്ന് കുറേ അല്ല ഒരു ചേട്ടനെ കാണുന്നുണ്ട്. ആ ചേട്ടനോട് ചോദിച്ചാലോ. ഏയ് ചേട്ടാ ചേട്ടാ, ഈ ശശി എന്ന് പറഞ്ഞ എന്റെ വീട് ഇവിടെ പുലി അതെന്താ സംഭവം? അത് പുലികൾ ഇവിടെ കണ്ടുപോകാനുണ്ട്. രക്ഷയില്ല. പുലി ആന അതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള പുലിയാണ്. നമ്മളെ ചച്ചേട്ടൻ്റെ ഒരു 3-4 പട്ടികളുണ്ട്. അവരാണ് ഇവരെ ഓടിക്കുന്ന മെയിൻ ആളുകൾ. ആ പട്ടീനെ പിടിക്കാൻ വന്ന പുലിനെ ഓടിക്കും. ആണല്ലേ? പക്ഷെ അർത്ഥത്തിൽ അത് പുലി ഒരെണ്ണം പെട്ടുപോയി. നമുക്ക് കാണണല്ലോ പുലിനെ ഓടിച്ചിട്ട് പുലിനെ നമുക്കൊന്ന് കാണാം. എന്തിട്ടാ ശശിയേട്ടൻ സെറ്റപ്പ്? എന്താണ് ശശിയേട്ടത്? പുലിനെയൊക്കെയാണല്ലോ ഓടിച്ചിടുന്നത്. അത് എന്താ സംഭവം നമ്മുടെ പ്രേക്ഷകരോട്? ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറങ്ങണ്ടായിരുന്നില്ല, എന്നിട്ട് TV കണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് പട്ടികളെ കൂടി ഓർഡർ കണ്ടു. വേഗം ഒരു പട്ടി തിരിച്ചു വന്നു, ഒരു പട്ടി തിരിച്ചു കൊണ്ട് വന്നു, 2 കൂടി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ പുറകെ പോയി ചെന്നപ്പോഴാണ് ഒരു പട്ടിയെ കാണാത്തത്. പിന്നെ പുലി താഴെ കണ്ണ് കണ്ടു. ഒരു പുലി വട്ടം ചാടിപ്പോയി. ഒരെണ്ണം താഴെ 2 പുലി ഉണ്ടായിരുന്നു. അപ്പൊ പട്ടീനെ കിട്ടി. പട്ടി ആവശ്യത്തില് ചത്തെടുക്കായിരുന്നു, ചത്തോലെ നാക്കടിച്ചെടുക്കായിരുന്നു, അനക്കൊന്നുമില്ലാണ്ട്. പിന്നെ എനിക്ക് മുന്നൊരു പട്ടി ഇതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ അതിനെ നെഞ്ചിൽ ഇങ്ങനെ അമക്കി കുറച്ച് പുഷ് 10 മിനിറ്റോളം പുഷപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഗതി അനക്കം വെച്ചു. അങ്ങനെ എടുത്ത് കൊണ്ടുവന്നു വീട്ടിലേക്ക്. പട്ടി ഇപ്പൊ ജീവനോടെ ഉണ്ട്. ഇപ്പൊ ട്രീറ്റ്മെന്റിലാണ്. പക്ഷേ ചെറിയ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടല്ലേ? അതെ, നീരും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇനിയിപ്പോ നാളെ കൂടി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പഴുപ്പുണ്ടാവും, 1 മാസം പിടിക്കും എന്തായാലും. പഴുപ്പായിട്ടല്ലേ പാവം. വലിയ പുലിയായിട്ട് പല്ലൊക്കെ നമ്മളെ വിരലിറങ്ങിപ്പോ. ജീവൻ തിരിച്ചിട്ട് ഭാഗ്യം പട്ടിയുടെ അല്ലേ? അത് ശരിക്കും ആ പേപ്പറിലെ കട്ടിങ് കണ്ടപ്പോഴാണ് ഒരു 5 മിനിറ്റ് വൈകി പോയെങ്കിൽ അത് പോയേനെ. അത് ആ സമയത്ത് തന്നെ ചെന്നുകൊണ്ടാണ് ആ പട്ടി നമുക്ക് തിരിച്ചു കിട്ടിയത്. അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് പോയേനെ. അല്ല ചേട്ടാ, ആ ധൈര്യത്തിന്, ആ പുലിനെയൊക്കെ നേരിടാനുള്ള ധൈര്യത്തിന് നമ്മ ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഇതിക്ക് മുന്നേ 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടല്ലോ. അതായത് നമുക്കറിയാം, കിട്ടിയോണ്ടും ഫസ്റ്റ് കൊടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ ഈ കാട് ഏരിയ ഒക്കെ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ പട്ടിയുടെ അടുത്ത് വരുമെന്നല്ലേ? എല്ലാവർക്കും വരുന്നുണ്ട്. രാത്രി എല്ലാ പട്ടിയുള്ള വീടുകളിലും പുലി വരുന്നു. നാട്ടിൽ വരെ ഇറങ്ങി തുടങ്ങി. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആർക്കും അറിയണ മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വെറ്റിലപ്പാറയിലുള്ള, അതായത് അതിരപ്പള്ളിയിലുള്ള ശശിയേട്ടൻ അതിസാഹസികമായിട്ട് സ്വന്തം വളർത്തുനായനെ പുലി കൊണ്ടുപോയപ്പോൾ അതിസാഹസികമായിട്ടൊക്കെ പിടിച്ച് നമ്മുടെ പത്രത്തിലൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ശശിയേട്ടാ ഓക്കെ, താങ്ക്സ്. ശശിയേട്ടൻ്റെ ധൈര്യത്തിന് ബിഗ് സല്യൂട്ട്. ഇതാണ് കേട്ടോ ശശിയേട്ടൻ്റെ വളർത്തുനായ. വളരെ സ്നേഹമുള്ളൊരു വളർത്തുനായാണ്. ബ്ലാക്കി എന്നാണ് ഇവൻ്റെ പേര്. അപ്പോൾ ബ്ലാക്കീനെ എനിക്ക് ചെറുപ്പം മുതൽ അറിയാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശശിയേട്ടനെ കാണാൻ വരുമ്പോഴൊക്കെ ബ്ലാക്കീനെ അങ്ങ് കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി കളിപ്പിച്ചുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഇതിനാണ് പുലി പിടിച്ചത്. വളരെ സങ്കടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ ഇവൻ്റെ മേത്തൊക്കെ കാണുന്ന ഈ പാട് പുലിയുടെ നഖം കൊണ്ട് സ്ക്രാച്ച് ആയതാണ്. അതുപോലെ തന്നെ കഴുത്തിൽ നീര് വന്നേക്കുന്നുണ്ട്. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. ഒരു 4 ദിവസമായിട്ട് ആ പുലി പിടിച്ചുകൊണ്ട് പോയി അവിടെ നിന്ന് രക്ഷിച്ച് വന്നേ പിന്നെ മര്യാദക്ക് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. വെള്ളം ആളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കുടിക്കും. അതുകൊണ്ട് മേത്തൊക്കെ മുറിവുണ്ട്. അതുപോലെ കാലിൻ്റെ അടിഭാഗത്തും കഴുത്തിൻ്റെ അടിഭാഗത്തൊക്കെ മുറിവുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് നടന്ന് തുടങ്ങിയിട്ടുള്ള ആൾ. അപ്പോൾ ശശിയേട്ടൻ ഇതിനെ വളരെ ഓമനിച്ചതിന്, ഇതിനെന്നല്ല, ശശിയേട്ടന് മൊത്തം 6-7 പട്ടികളോളം ഉണ്ട്. ശശിയേട്ടൻ ഇങ്ങനെ തെരുവിൽ അലഞ്ഞിടക്കണ പട്ടീനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിലൊക്കെ ഇട്ട് മര്യാദക്ക് നല്ലോണം ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല സ്നേഹത്തോടെ പറഞ്ഞാൽ നല്ല അനുസരണയുള്ള എല്ലാ പട്ടികളും. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ തിരിച്ച് പട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കാട് പ്രദേശത്താണ് ശശിയേട്ടൻ്റെ വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മൃഗങ്ങളുടെ ശല്യമുണ്ട്. അപ്പോൾ പലതവണ ഫോറസ്റ്റുകാരുടെ അടുത്ത് പറഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള നാട്ടുകാരും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ഇതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരമില്ല. ആനയാണെന്നുണ്ടെങ്കിലും പുലിയാണെന്നുണ്ടെങ്കിലും അല്ല എല്ലാ കാട്ടുമൃഗങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളും അതെല്ലാം നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർക്ക് സമാധാനമായി ഉറങ്ങാനായിട്ട്, ഈ പുലികളുടെ ആനകളുടെയൊക്കെ ശല്യത്തിൽ നിന്നും സമാധാനമായി ഉറങ്ങാനായിട്ട് ഫെൻസിങ് പോലുള്ള കാര്യങ്ങളൊക്കെ വനം വകുപ്പ് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് നാട്ടുകാരൊക്കെ ഈ മൃഗത്തിൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷിക്കണമെന്നൊക്കെയാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം അധികാരികളിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം.